എല്ലാവർക്കും ഇൻസൈറ്റ് ലേണിംഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2.5 മണിക്കൂർ 80 മിനിറ്റ് 29 ക്വസ്റ്റ്യൻ. ഇതാണ് 10ലെ മാത്സിന്. അവിടെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും എന്തിന് 6 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാ പാഠങ്ങളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 14 മുതൽ 20 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പം അതിലെ 2018 ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n+3. 5n+3 ആണ് ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ആദ്യ പദം എന്താണ്? അപ്പം ഇങ്ങനെ ഒരു ആൾജിബ്രായിക് ഫോം എന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 കൊടുക്കുന്നു. സെക്കൻഡ് ടേം ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ടേം അല്ലേ, അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. 5n+3 ആയിരുന്നു. അപ്പൊ എന്താവും? എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 5 × 1 + 3. 5 × 1 5 ആണ്. അപ്പൊ 5 + 3 = 8. ഇതാണ് ഇതിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 5? അതായത് ഈ സീക്വൻസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, ശിഷ്ടം എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ സീക്വൻസിലെ ടേംസിന്റെ പ്രത്യേകത നോക്കാം. 5n+3 ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 × 1 + 3. സെക്കൻഡ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 × 2 + 3. തേർഡ് ടേം 5 × 3 + 3. ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? 5ന്റെ ഒരു ഗുണിതത്തിനോട് എന്ത് ചെയ്യുന്നു? 3 കൂട്ടുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന എന്താണ്? 3 അല്ലേ? ഇപ്പൊ റിമൈൻഡർ എന്ത് വരും? 3. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒരു പക്ഷേ മറ്റൊരു രീതിയിലും ചോദിക്കാമല്ലോ. ഇവിടെ എന്താണ് ചോദിച്ചത്? ഫസ്റ്റ് ടൈം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പൊതു വ്യത്യാസം ചോദിക്കാം, കോമൺ ഡിഫറൻസ് ചോദിക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം നമുക്ക് ഓൾറെഡി അറിയാം, എത്രന്ന് കിട്ടി? 8 കിട്ടി. സെക്കൻഡ് ടൈമും നമുക്കാണെങ്കിൽ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ മതി. 2018 3 മാർക്കിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ആൾജിബ്രായിക് ഫോം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് n ടേംസിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് ടേം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. 2n² + 8n ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും നേരത്തെ ഉള്ള ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും സെയിം അല്ലേ എന്ന്. പക്ഷെ നേരത്തെ ഉള്ളത് ആൾജിബ്രായിക് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ എന്ത് ടേമിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. പക്ഷെ ഇവിടെ എന്തിന്റെ ആൾജിബ്രായിക് ഫോം ആണ്? സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ് 2n² + 8n. ഇവിടെ എന്ത് പറയുന്നുണ്ട്? സമ്മ് 330 ആണെങ്കിൽ എത്ര ടേമാണ്? അവിടെ എത്ര ടേം ഉണ്ടെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ എത്ര ടേമിന്റെ സം ആണ് 330 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം സമ്മിന്റെ ആൾജിബ്രായിക് ഫോം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇറക്കി എഴുതുന്നു. 2n² + 8n. അത് എത്ര ആണെന്ന് പറയുന്നുണ്ട്. ആ സം എത്ര ആണെന്ന് പറയുന്നുണ്ട്? 330 എന്ന് പറയുന്നുണ്ട്. അപ്പൊ 330 എന്ന് ഇറക്കി എഴുതും. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് നോക്കുന്നു? എല്ലാത്തിനകത്തു നിന്നും ഒരു 2 കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ n² = 4n = 165 എന്ന് കിട്ടും. അപ്പം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമുക്കറിയാം. ഇത് 2 രീതി സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ax² + bx + c = 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്കിൽ എക്സിന്റെ വാല്യൂ -b ± √b² - 4ac/2a എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീറ്റിംഗ് മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പൊ എന്താണ് സ്ക്വയർ കംപ്ലീറ്റിംഗ് മെത്തേഡ്? ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് നോക്കുന്നു. എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4. 4ന്റെ പകുതി, എന്നിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. 4ന്റെ പകുതിയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. എന്നിന്റെ കോഎഫിഷ്യന്റ്, അതിന്റെ പകുതി, അതിന്റെ സ്ക്വയർ. അപ്പൊ 4/2, 2ന്റെ സ്ക്വയർ 4. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും 4 ആഡ് ചെയ്യുന്നു,
റൈറ്റ് സൈഡിലും 4 ആഡ് ചെയ്യുന്നു. ഇതിന്റെ പകുതി കണ്ടുപിടിച്ച് സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ലെഫ്റ്റ് സൈഡിലും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും 4 ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലും 4 ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താവും? ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? n+2 എക്സ്പാൻഷൻ അല്ലേ? അപ്പൊ n+2 സ്കോർ = 169 എന്ന് വരും. അപ്പൊ n+2 എന്ന് വരും √169. √169 നമ്മൾ കാണാതെ പഠിച്ചിരുന്നു. എത്രയാണ് വരുന്നത്? +or -13. പക്ഷെ ഇതിന്റെ വാല്യൂ ഒരിക്കലും പ്ലസ് വരത്തില്ല, ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അതുകൊണ്ട് പ്ലസ് എടുക്കുക. അപ്പൊ എന്ത് വരും? n+2 = 30 എന്ന് വരും. നമുക്ക് വേണ്ട എന്താണ്? n, നമ്പർ ഓഫ് ടേംസ്, എത്ര ടേം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 13 - 2 = 11. ഇതാണ് ഇതിന്റെ ആൻസർ. വേണമെങ്കിൽ ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഇവിടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ചോദിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ടേം ചോദിക്കുകയല്ലേ? ഫസ്റ്റ് ടേം വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പൊ ഫസ്റ്റ് ടേം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 2n² + 8n. ഇവിടെയും n ഉണ്ട്, ഇവിടെയും n ഉണ്ട്. ഇവിടെയും എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു, ഇവിടെയും എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ത്? അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ് തന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ n² അതിന്റെ കോഎഫിഷ്യന്റ് നോക്കണം. n² കോഎഫിഷ്യന്റ് 2 അല്ലേ? അതിന്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ്. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ n² കോഎഫിഷ്യന്റ് നോക്കുക, എന്നിട്ട് അതിന്റെ ഡബിൾ കണ്ടുപിടിക്കുക. അപ്പൊ 2 ഡബിൾ 4. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. 2019 ചോദിച്ച ഒരു പ്രധാനപ്പെട്ട, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കാം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇൻറ്റിജർ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ഇൻറ്റിജർ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ടേം വന്നിട്ടുണ്ട് 1/7, 2/7, 3/7, എങ്ങനെ എന്താണ് ടേം വന്നിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ഇൻറ്റിജർ ടേം കണ്ടുപിടിക്കണം. 1/7 ഇൻറ്റിജർ ആണോ? അല്ലല്ലോ. 2/7 അല്ല, ഇൻറ്റിജർ അല്ല. ഇൻറ്റിജർ എന്താണെന്ന് അറിയാമല്ലോ. 1, 2, 3, 4, 5 ഇതൊക്കെയാണ് ഇൻറ്റിജർ കേട്ടോ. അപ്പൊ 3/7 ഇൻറ്റിജർ ആണോ? അല്ല. 4/7 ആയിരിക്കത്തില്ല, 5/7 ആയിരിക്കത്തില്ല, 6/7 ആയിരിക്കത്തില്ല. 7/7 7/7 ഇൻറ്റിജർ ആണോ? 7/7 എത്ര വരും? 1 എന്ന് വരത്തില്ലേ? 1 എന്താണ്? ഇൻറ്റിജർ അല്ലേ? അപ്പൊ ആദ്യത്തെ ഇൻറ്റിജർ ടേം എന്താണ്? 1 ആണ്, 1 ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിള് ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ അത് ഇൻറ്റിജർ ടേം ആയിരിക്കും. ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിള് ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ അത് ഇൻറ്റിജർ ടേം ആയിരിക്കും. അതായത് എക്സാമ്പിൾ 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ മുകളിൽ വന്നേക്കുന്നത്? ഇൻറ്റിജർ ടേം ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണ് മുകളിൽ വന്നേക്കുന്നത്. അത് എന്താണ്? ഇൻറ്റിജർ ആയിരിക്കും, ഇൻറ്റിജർ ടേം ആയിരിക്കും. 7/21, 7/28 ഇതൊക്കെ ആയിരിക്കും ഇൻറ്റിജർ ടേംസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റിജർ ടേം ചോദിച്ചാൽ എന്ത് എഴുതാം? 7/7 അല്ലെങ്കിൽ 1 എന്ന് എഴുതാം. സെക്കൻഡ് ഇൻറ്റിജർ ടേം ചോദിച്ചാൽ എന്ത് എഴുതാം? 14/7 അല്ലെങ്കിൽ 2 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതി പോകാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിലെ ആദ്യത്തെ 7 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് ഇതായിരുന്നു. സം = n/2 × x1 + xn. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേം ലാസ്റ്റ് ടേം തന്നെ ആഡ് ചെയ്യുന്നു n/2. അല്ലെങ്കിൽ രണ്ടാമതൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു n/2 × 2a + n - 1 × d. അപ്പം 2 ഇക്വേഷനിൽ ഇഷ്ടമുള്ള ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ആദ്യത്തെ ഈ ഇക്വേഷനാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ n/2 എത്ര ടേംസിന്റെ ആണെന്ന് നോക്കണം. എത്ര ടേംസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്? 7 ടേംസ്. അപ്പൊ 7/2 × x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. തന്നിരിക്കുന്നതിന്റെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം 1/7 പ്ലസ് അടുത്ത എന്താണ്? xn. അതായത് എത്ര ടേമിന്റെ? x7 ആണ് കണ്ടുപിടിക്കുന്നത്, 7 ടേമിന്റെ അല്ല. അപ്പൊ x7 ഏഴാമത്തെ ടേം. അപ്പൊ ഇതിന്റെ ഏഴാമത്തെ ടേം എന്തായിരിക്കും? 1/7, 2/7. ഫസ്റ്റ് ടേം 1/7, സെക്കൻഡ് ടേം 2/7, തേർഡ് ടേം 3/7. അപ്പൊ ഏഴാമത്തെ ടേം എന്ത് വരും? 7/7 അല്ലേ വരുന്നത്?
അപ്പോൾ 7/7. ഇപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യാലോ. 7/2 ഇൻറ്റു 1/7 ആഡ് ചെയ്യുമ്പോൾ 8/7 വരും. കട്ട് ചെയ്യുന്നു. 8/2 = 4 എന്ന് വരും. അപ്പം ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 100, 107, 114 ഇവയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നമുക്ക് അറിയാമല്ലോ, എളുപ്പമല്ലേ. എന്ത് ചെയ്താൽ മതി? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100/7 റിമൈൻഡർ എത്ര വന്നു? റിമൈൻഡർ 2. ഇതാണ് ആൻസർ. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 100നെ 107നെ 114 എല്ലാം ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുമോ? എന്ത് ഡിവൈഡ് ചെയ്താലും ആൻസർ 2 ആയിരിക്കും വരുന്നത്. അപ്പം ആൻസർ കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് ദ റിമൈൻഡർ 3. അത് റിമൈൻഡർ 3 എന്ത് ചെയ്യണം? ലീവ്സ് ചെയ്യണം. എപ്പോഴാണ്? ഡിവിഷൻ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. അങ്ങനെ ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എന്താണ്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കുമോ? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 റിമൈൻഡർ കിട്ടിയേക്കുന്നത്. അപ്പോൾ 3 റിമൈൻഡർ വേണമെങ്കിൽ 100 എന്ന സ്ഥാനത്ത് എന്ത് വന്നാൽ മതി? ഒന്നുകൂടെ കൂട്ടിയാൽ പോരെ? 2 റിമൈൻഡർ വന്നു. 3 വരണമെങ്കിൽ ഇവിടെ ചെയ്താൽ മതി, ഒന്നുകൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 101 വരും. ബാക്കിയുള്ള സീക്വൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. 101 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത നമ്പർ 108, അടുത്തത് 115, 122. ഇതാണ് സീക്വൻസ്. ഇനി എന്ത് വേണം? ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 3 ഡിജിറ്റ് നമ്പർ വേണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വരെ പോകാം? 999 വരെ പോകാം. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമോ? 3 വരുന്നുണ്ടോ എന്ന് നോക്കുക. 999/7. ഇല്ല, 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരുന്നത്. അപ്പോൾ റിമൈൻഡർ 4 വരണമെങ്കിൽ നമുക്ക് 3 വരേണ്ടത്. റിമൈൻഡർ 4 വരുവാണെങ്കിൽ ഇവിടുത്തെ നമ്പർ എന്താവും? 998 ആവും. നമുക്ക് റിമൈൻഡർ എത്ര വേണം? 3 വരണം. അപ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ ഈ നമ്പർ എത്ര ആയിരിക്കും? 997. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടൈം. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വന്നു? ഫസ്റ്റ് ടൈം എന്നുള്ളത് 101 വന്നു. ലാസ്റ്റ് ടൈം എന്ത് വന്നു? 997. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ചില സമയങ്ങളിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന്. അതായത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇതുപോലെ നമുക്ക് സീക്വൻസ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി പല രീതി നമ്മൾ പഠിച്ചിരുന്നു. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? xn = a + n - 1 × d. ഇതിൽ നിന്ന് വാല്യൂ ഇട്ട് കൊടുക്കുന്നു, n കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n = ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിന് x എന്ന് കൊടുത്താൽ മതി. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഇങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് കിട്ടും. ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം അറിയാമല്ലോ. ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്താണ്? 997 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം 101 ബൈ കോമൺ ഡിഫറൻസ് 7 കൂടിയല്ല പോകുന്നത്. അപ്പോൾ 7 +1 മൈനസ് ചെയ്യുന്നു. 997 നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ 896. അപ്പോൾ 896/7 +1. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 128 എന്ന് വരും. 128. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 128 + 1 129. അപ്പോൾ എത്ര ടൈംസ് ഉണ്ട്? 129 ടൈംസ് ഉണ്ട്. വേണമെങ്കിൽ വേറെയും ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് ചോദിക്കാം? പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇതിന്റെ എല്ലാം കൂടെ സം എത്ര വരും? അപ്പോൾ സം ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. സം = n/2 × x1 + xn. ഇവിടെ നമുക്ക് x1 അറിയാം, xn ലാസ്റ്റ് ടൈം അറിയാം, അതുപോലെ n അറിയാം. നമ്പർ ഓഫ് ടൈംസ് 129 അറിയാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മ് നമുക്ക് കിട്ടും. അപ്പോൾ 2018 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താണ്? There are 20 terms in an arithmetic sequence.
സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഈസ് 88. അപ്പം 20 ടേം ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം x1, x2, x3 അങ്ങനെ എവിടെ വരെ പോകുന്നുണ്ട്? x18, x19, x20, x21 അല്ല x20 20 ടേം അല്ലേ, അപ്പൊ x20 വരെ. എന്താ പറയുന്നത്? ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മ്, അതായത് x1ന്റെയും x20യുടെയും സം എത്ര വരുന്നത്? x1 പ്ലസ് x20 എത്രയാണ് വരുന്നത്? 88. ഇവിടെ എന്ത് കിട്ടി? x1ന്റെയും x20യുടെയും ആദ്യത്തെ ടേമിന്റെയും 20ാമത്തെ ടേമിന്റെയും സമ്മ് 88 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മ് 88 ആണെങ്കിൽ സെക്കൻഡ് ടേമിന്റെയും ലാസ്റ്റ് എന്നുള്ള സെക്കൻഡ് ടേമിന്റെയും സമ്മ് എത്ര വരത്തുള്ളൂ? 88 തന്നെ വരത്തുള്ളൂ. അതായത് x2 പ്ലസ് x90 സെക്കൻഡ് ലാസ്റ്റ് ടേം എത്ര, അതിന്റെ സമ്മ് എത്ര വരത്തുള്ളൂ? 88. വേണമെങ്കിൽ ഇനിയും പറയാം, തേർഡ് ടേമിന്റെയും ലാസ്റ്റ് എന്നുള്ള തേർഡ് ടേമിന്റെയും സമ്മ് എത്ര വരത്തുള്ളൂ? അതും 88 ആയിരിക്കും. അതുപോലെ അടുത്തതും പറയാം, x4 പ്ലസ് ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 4 അല്ലേ, 17, x70 is equal to 88. അതുപോലെ x5 പ്ലസ് x16 is equal to 88. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19th ടേം? അതായത് സെക്കൻഡ് ടേമിന്റെയും 19th ടേമിന്റെയും സമ്മ് അത് എത്ര വന്നേക്കുന്നത്? 88 വന്നില്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If 10th term is 42, what is the 11th term? 10th term 42 ആണെങ്കിൽ 11th term എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതി പോകുമ്പോൾ എന്ത് പറയാം? x10 പ്ലസ് x11 88 എന്ന് കിട്ടും. ഇവിടെ എന്താ പറയുന്നത്? 10th term 42 ആണ്. അപ്പം x10ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 42 എന്ന് കൊടുക്കാം. അപ്പൊ 42 പ്ലസ് x11 is equal to 88. അപ്പം x11 എന്ത് വരും? x11 is equal to 88 minus 42 is equal to 46. അപ്പൊ 11ാമത്തെ ടേം എന്ത് വരും? 46 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? എന്താണ് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്? നമുക്ക് എന്തൊക്കെ അറിയാം? x10 അറിയാം. x10 എത്ര ആയിരുന്നു? 42. ക്വസ്റ്റ്യൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. x11 എത്രയാണ്? 46. അടുപ്പിച്ചുള്ള രണ്ട് ടേം തന്നിട്ടുണ്ടല്ലോ, ഒന്ന് 42 മറ്റേത് 46. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം മൈനസ് ചെയ്താൽ പോരെ. അതായത് ഇവിടെ 46 നിന്ന് 42 മൈനസ് ചെയ്യുന്നു, അപ്പൊ ആൻസർ എന്ത് വരും? 4. അപ്പൊ ഇവിടുത്തെ ഡി കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം എത്രയാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ പദം എത്രയാണ്? അപ്പൊ നമുക്ക് എന്തറിയാം? x10 എന്നുള്ളത് 42 ആണെന്ന് അറിയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10ാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് 10ാമത്തെ ടേം ആണെങ്കിൽ 90 is equal to 42 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തറിയാം? ഡിയുടെ വാല്യൂ അറിയാം. ഡിയുടെ വാല്യൂ എത്രയാണ്? 4. അപ്പം x1 പ്ലസ് 9 into 4 is equal to 42. x1 plus 9 into 4 36 ആണ്, is equal to 42. x1 is equal to 42 minus 36 is equal to 6. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2020 മോഡലിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, the fifth term of an AP is 38. ഫിഫ്ത്ത് ടേം 38 ആണ്. 8th ടേം. ഇപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2020 അത്രയും. ഓ, എന്താ ക്വസ്റ്റ്യൻ അത് പറഞ്ഞത്? ഫിഫ്ത്ത് ടേം 38. ഫിഫ്ത്ത് ടേം 38 ആണ്. 8th ടേം 8ാമത്തെ ടേം 62 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? കോമൺ ഡിഫറൻസ് വാട്ട് ഈസ് ഡി എന്നാണ്. അപ്പം വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഇക്വേഷൻ? ഡി ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടേംസ് minus divided by difference in term positions. ടേമിന്റെ ഡിഫറൻസ്, ഇവിടുത്തെ ടേം ഏതൊക്കെയാണ് വന്നേക്കുന്നത്? 62ഉം 38ഉം. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ത് വരും? 62 മൈനസ് 32
ബൈ ടേം പൊസിഷൻ, അതിന്റെ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഏതൊക്കെ ടേമാണ് പറഞ്ഞിരിക്കുന്നത്? 5th ടേമും പറഞ്ഞിട്ടുണ്ട്, 8th ടേമും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താ വരുന്നത്? 8 മൈനസ് 5. ഇനി എന്ത് ചെയ്യുന്നു? ഇവ മൈനസ് ചെയ്യുന്നു. അപ്പൊ 62 നിന്ന് 38 മൈനസ് ചെയ്യുമ്പോൾ 24 എന്ന് വരും. ബൈ 8 മൈനസ് 5 3. അപ്പൊ 24/3 എന്ന് കിട്ടും. 24/3 ഈസ് ഈക്വൽ ടു 8. അതായത് ഇവിടുത്തെ ഡി എന്നുള്ളത് എന്താണ്? 8 ആണ്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് 100. ഏതെങ്കിലും രണ്ട് ടേമിന്റെ ഡിഫറൻസ് 100 വരുമോ എന്നാണ് ചോദ്യം. ഇവിടെ ഡിഫറൻസ് 8 ആണ് വന്നേക്കുന്നത്, കോമൺ ഡിഫറൻസ് 8 ആണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടേംസിന്റെ ഡിഫറൻസ് എപ്പോഴും എന്തേ വരത്തുള്ളൂ? 8ന്റെ ഗുണിതങ്ങളെ വരത്തുള്ളൂ, 8ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് നോക്കേണ്ടത്? 100 എന്നുള്ളത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. കോമൺ ഡിഫറൻസ് 8 ആണെങ്കിൽ ടേംസിന്റെ ഡിഫറൻസ്, അതായത് ഇവിടെ ടേംസ് ഏതൊക്കെ 38, 62 ഇതെല്ലാം എന്താണ്? ആ സീക്വൻസിലെ ടേംസ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എപ്പോഴും എന്തേ വരത്തുള്ളൂ? 8ന്റെ മൾട്ടിപ്പിൾ മാത്രമേ വരത്തുള്ളൂ. അപ്പം 100 ഡിഫറൻസ് വരുമോ എന്ന് ചോദിച്ചാൽ എന്താണോ? 100 ഡിഫറൻസ് വരുമോ എന്ന് ചോദിച്ചാൽ എന്താണ് നോക്കേണ്ടത്? 100 ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ഇവിടെ 100 എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്താണ്? ഡിഫറൻസ് ഒരിക്കലും 100 വരത്തില്ല. 2020 മോഡലിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഫസ്റ്റ് ടേമിന്റെയും 21st ടേമിന്റെയും സം എന്നുള്ളത് എത്രയാണ്? 140 ആണ്. അങ്ങനെയാണെങ്കിൽ 11th ടേം എത്രയാണ്? അപ്പൊ ഫസ്റ്റ് ടേമിന്റെയും 21st ടേമിന്റെയും ഫസ്റ്റ് ടേമിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എടുത്താൽ മതി x1. 21st ടേമിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി x21. അതിന്റെ സം എന്താണ്? 140 ആണ്. ഞാൻ x1 ഇറക്കി എഴുതി. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? x21 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? x1 പ്ലസ് എത്ര ഡി ആണ്? x21 ആകുമ്പോൾ എത്ര ഡി വരണം? 20 ഡി. 20 ഡി ഈസ് ഈക്വൽ ടു 140. ആഡ് ചെയ്യുവാണെങ്കിൽ x1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x1 പ്ലസ് 20d ഈസ് ഈക്വൽ ടു 140. എല്ലാ ടീമിനകത്തും 2 കട്ട് ചെയ്ത് കളയാമല്ലോ. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 കട്ട് ചെയ്യുമ്പോൾ x1 വരും, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 10d വരും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 70 എന്ന് വരും. അതായത് എന്താണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ 10 ഡിഫറൻസ് ആഡ് ചെയ്തേക്കുമോ? അപ്പോൾ ഇത് എത്രാമത്തെ ടേമാണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ 10 ഡിഫറൻസ് ആഡ് ചെയ്താൽ 11ാമത്തെ ടേം, അതായത് x11. അപ്പോൾ x11 എത്രാന്ന് കിട്ടി? 70 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദി 11th ടേം? 11th ടേം എത്രയാണ്? 70. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. അപ്പം ആദ്യത്തെ ടേം 10 ആണെങ്കിൽ സീക്വൻസ് എഴുതാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രമാണ് സീക്വൻസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രം എഴുതിയിട്ട് കാര്യമില്ല, എന്തുകൂടെ വേണം? കോമൺ ഡിഫറൻസ് കൂടെ വേണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് x11 70 ആണെന്ന് അറിയാം. അതായത് x1 പ്ലസ് 10d ഇസ് ഈക്വൽ ടു 70. ഇവിടെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. അപ്പൊ x1ന്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുത്തു. 10 പ്ലസ് 10d is equal to 70. 10d is equal to 70 minus 10 is equal to 60. അപ്പോൾ d is equal to 60 by 10 is equal to 6. അപ്പോൾ d എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എന്ത് വരും? ഫസ്റ്റ് ടൈം 10. അപ്പോൾ ഡിഫറൻസ് 6 ആകുമ്പോൾ അടുത്ത ടൈം എന്ത് വരും? 10 അധികം ഡിഫറൻസ് 6 കൂടെ കൂട്ടുന്നു 16. അടുത്ത എന്ത് വരുന്നു? വീണ്ടും 16നോട് 6 കൂട്ടുന്നു 22. വീണ്ടും 22 6 28. ഇതാണ് സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. ആദ്യത്തെ 11 ടേമിന്റെ സം. ഇപ്പൊ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്ത് ചെയ്താൽ മതി? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എത്രയാണ്? എത്ര ടേമിന്റെ കണ്ടുപിടിക്കേണ്ടത്? 11 ടേം. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 11 കൊടുക്കുന്നു. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് x1ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുന്നു. xn ലാസ്റ്റ് ടേമിന്റെ സ്ഥാനത്തും വാല്യൂ കൊടുക്കുന്നു. ആൻസർ ചെയ്യുന്നു. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി? അടുത്തത് എന്താണ്? സം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സെയിം ഇക്വേഷൻ ആണ്, ഇട്ട് കൊടുക്കുന്നു, ചെയ്യുന്നു. ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. എന്ത് ചോദിക്കും? ഇങ്ങനൊരു സീക്വൻസ് വരും.
10, 16, 22, 28 ഇങ്ങനൊരു സീക്വൻസ് തന്നിട്ട് 105 ഇതിലെ ഒരു പദമാണോ എന്ന് ചോദിക്കും. 105 ഇതിലെ ഒരു പദം ആണോ എന്ന് ചോദിക്കണം. ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്പർ ഓഫ് ടേംസ് n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. അപ്പോൾ 105 പദമാണോ എന്നല്ല ചോദ്യം. അപ്പം xn സ്ഥാനത്ത് നിന്ന് കൊടുക്കുക 105 എന്ന് കൊടുക്കുക. മൈനസ് x1 എത്രയായിരുന്നു? ഫസ്റ്റ് ടേം 10 ബൈ d കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 6 അല്ലേ? 6 പ്ലസ് 1 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 95 ബൈ 6 എന്ന് വരും പ്ലസ് 1. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 105 മൈനസ് 10 ചെയ്യുമ്പോൾ 95 എന്ന് വരും. അപ്പോൾ 95 ബൈ 6 പ്ലസ് 1 എന്ന് വരും. ഈ 95 ബൈ 6 ചെയ്യുമ്പോൾ ഒരിക്കലും എന്താണ്? ഒരു ഇൻറ്റിജർ കിട്ടത്തില്ല. ഇൻറ്റിജർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ടേം ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ ഇൻറ്റിജർ വരണം. ഇൻറ്റിജർ വരുവാണെങ്കിൽ എന്ത് പറയും? ടേം ആണ്. ഇൻറ്റിജർ വന്നില്ലെങ്കിൽ എന്താണ്? ടേം അല്ല. അപ്പോൾ ഇവിടെ 105 ടേം ആണോ? 105 ടേം അല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് ടേംസ്, അതായത് n കണ്ടുപിടിച്ചപ്പോൾ ഒരു ഇൻറ്റിജർ വന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n+1/2 ആണ് ഇക്വേഷൻ. ഒന്നുകിൽ സം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ നേരത്തെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ n എത്രയാണ്? എത്ര ടേം ഉണ്ട് ഇവിടെ? 1 മുതൽ 100 വരെ 100 ടേം അല്ലേ? അപ്പം എന്തെഴുതാം? 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 പ്ലസ് ലാസ്റ്റ് ടേം 100. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും. ഒന്നുകിൽ ഇതുപോലെ ചെയ്യുക, ഈ ഇക്വേഷനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റിനകത്തെ ബുദ്ധിമുട്ട്? എന്താണ്? ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, x1 സ്ഥാനത്ത് 1 കൊടുക്കാം. ലാസ്റ്റ് ടേമും അറിയാം, xn സ്ഥാനത്ത് 99 എന്നും കൊടുക്കാം. പക്ഷെ എത്ര ടേം ഉണ്ടെന്ന് അറിയാമോ? നമ്പർ ഓഫ് ടേംസ് അറിയാമോ? നമ്പർ ഓഫ് ടേംസ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1 ചെയ്യുമ്പോൾ ഇത് കിട്ടും. നമ്പർ ഓഫ് ടേംസ് കിട്ടും. നോക്കാം. ഇവിടെ 99 മൈനസ് ഫസ്റ്റ് ടേം 1 ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? എത്ര കൂടിയാണ് പോകുന്നത്? 2 കൂടിയാണ് പോകുന്നത്. പ്ലസ് 1 98 ബൈ 2 പ്ലസ് 1 49 പ്ലസ് 1 ഇസിക്കൽ ടു 50. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 50 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്. നമുക്ക് x1 ഉം xn ഉം അറിയാമായിരുന്നു, n അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം n കണ്ടുപിടിച്ചു. n കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 50 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? n സ്ഥാനത്ത് 50 എന്ന് കൊടുക്കുക. x1 സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുന്നു, xn സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സം കിട്ടും. മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.